ഹായ്, വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്രാവശ്യം ഇവിടെ ചെയ്യുന്നത്. നമ്മളൊരു കുഞ്ഞ് റോബോട്ടിനെ വാങ്ങിയിട്ടുണ്ട്. അതായത് അഗാരോ എന്ന് പറയുന്ന കമ്പനിയുടെ റോബോട്ടാണ്. ഇത് എങ്ങനെ നമുക്ക് ഒരു വീട്ടിലേക്ക് ഒരു വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് നോക്കാം. പർച്ചേസ് ചെയ്തത് ആ, ഇത് അൺപാക്ക് ചെയ്യും. അഗാരോ എന്ന് പറയുന്ന വാക്വം ക്ലീനറാണ്. അഗാരോ എന്ന് പറയുന്ന കമ്പനിയുടെ വാക്വം ക്ലീനറാണ്. അപ്പോൾ ഇത് നമുക്ക് അൺപാക്ക് ചെയ്യാം. ഇതൊരു വാക്വം ക്ലീനർ മാത്രമല്ല, ഇതൊരു കുഞ്ഞു റോബോയാണ്. അതായത് റോബോ വിത്ത് വാക്വം ക്ലീനർ. അത് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വീടുകളിൽ ഏതെല്ലാം റൂമുണ്ടോ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റൂമിൻ്റെ എല്ലാം മാപ്പ് ജനറേറ്റ് ചെയ്തിട്ട് ആ റൂമെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ പറയുന്ന ടൈമിൽ സ്വീപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ മോപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെ റൂമിൽ പോകണം, ഏതൊക്കെ റൂമിൽ പോകണ്ട, ഏത് ടൈമിൽ മോപ്പ് ചെയ്യണം അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്യണം, അതെല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കുഞ്ഞു റോബോയാണ്. നമുക്കിത് എന്തായാലും ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അതിൻ്റെ ഒരു ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ അത് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് സ്വീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പം ഒരു ടേബിളിൻ്റെ കാലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചുറ്റും നമ്മൾ സാറിന് മാനുവലി ചെയ്യുന്നതിനെക്കാട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ മാനുവലി ക്ലീൻ ചെയ്തതിനേക്കാൾ നല്ല വൃത്തിക്ക് തന്നെ ഇത് നല്ല രീതിയിൽ മോപ്പ് ചെയ്യും സ്വീപ്പ് ചെയ്യും ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ലൊക്കേഷനും കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനത് ഇത്രയും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എല്ലാ ലൊക്കേഷനും കവർ എങ്ങനെ ഒരു കുഞ്ഞു മിഷൻ അല്ലെങ്കിൽ കുഞ്ഞു റോബോയ്ക്ക് എങ്ങനെ ഇത്രയും സ്ഥലങ്ങൾ എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ആ ഒരു ടേബിൾ കാലിൻ്റെ ചുറ്റും കറക്റ്റായിട്ട് നമ്മൾ മനുഷ്യർ ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടും നല്ല രീതിയിൽ തന്നെ അത് ആ ഒരു അഴുക്ക് പോലും ഇല്ലാതെ കറക്റ്റായിട്ട് ആ ഒരു പോർഷൻ 2-3 പ്രാവശ്യമായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ വളരെ വൃത്തിയായിട്ട് തന്നെ ക്ലീനിങ് എല്ലാ പോർഷൻസും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. അത്യാവശ്യം നമ്മൾക്കൊരു വീട്ടിൽ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഇത്. ഈ കുഞ്ഞു റോബോ വളരെ ഉപയോഗപ്രദമാണ്. ഒരുപാട് കമ്പനികളുടെ ഈ റോബോ വാക്വം ക്ലീനർ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്ന അഗാരോയുടെ വാക്വം ക്ലീനറാണ്. പക്ഷേ ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ആപ്പ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതുണ്ട്. സ്മാർട്ട് ലൈഫ് എന്നാണ് ആപ്പിൻ്റെ പേര്. ഇതിൽ നമ്മൾക്ക് ഈ ഒരു ആപ്പ് ഞങ്ങളിതിന് പേരിട്ടേക്കുന്ന കുഞ്ഞപ്പൻ എന്നാണ്. അതായത് റോബോട്ടായതുകൊണ്ട് അത്യാവശ്യം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം റൂമിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് കുഞ്ഞപ്പൻ എന്നാണ് ഈ ഒരു റോബോട്ട് നമ്മൾ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും എല്ലാ റൂമും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാപ്പ് ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട. ഇത് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ നമ്മൾ ചാർജ് ചെയ്തിട്ട് വിട്ടാൽ മാത്രം മതി. നമ്മൾ ഏതെല്ലാം റൂമുണ്ടോ ആ റൂമെല്ലാം കറക്റ്റായിട്ട് അത് ഇതേ രീതിയിൽ ഒരു ഗ്രാഫായിട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്. അത് ക്ലീൻ ചെയ്ത അതിൻ്റെ ടൈമും അതിൻ്റെ ബാറ്ററി ഡ്യൂറേഷനും ടോട്ടൽ വർക്ക് ചെയ്ത ടൈമും എല്ലാം ഇതിനകത്ത് ഈ ഒരു ആപ്പിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ആപ്പിൽ നിന്ന് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു റോബോട്ടിനെ നമുക്ക് ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അലക്സ ഉണ്ട്, വോയിസ് സിസ്റ്റം ഉണ്ട്. ആ വോയിസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞു റോബോട്ടിനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കോ റൂമിലേക്കൊക്കെ വിളിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറയാനും പറ്റും. അപ്പോൾ അലക്സ ഇത് കണക്റ്റഡ് ആണ്. അലക്സയും ഗൂഗിൾ അസിസ്റ്റൻറ്റും കണക്റ്റഡ് ആണ്. അപ്പോൾ വോയിസ് കൺട്രോൾ വെച്ച് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇതിൻ്റെ അക്യുറൻസിയെ പറ്റി പറയാനാണ്. ഇത് വാങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഞാൻ കുറേ സെർച്ച് ചെയ്തിരുന്നു. എന്നാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വർക്കിംഗ് മെത്തേഡോ കാര്യങ്ങളോ ഒന്നും പറയുന്ന ഒരു വീഡിയോ അങ്ങനെ ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ പോർഷൻസും നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി.
അപ്പോൾ അതൊന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്തത്. നിങ്ങൾക്കറിയാൻ പറ്റും ഇതിനകത്ത് പല ടൈപ്പ് മാപ്പിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. മാപ്പിംഗ് എന്ന് വെച്ചാൽ വൈ ഷേപ്പ്, അതുപോലെ സിക്സ് ആഗ്, ഏത് മോഡൽ ക്ലീനിങ് ആണ് നമുക്ക് ചെയ്യേണ്ടത് അത് ചെയ്യാം. അതേപോലെ തന്നെ ഏതൊക്കെ ദിവസമാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഏതൊക്കെ ദിവസമാണ് നമുക്ക് മോപ്പ് ചെയ്യേണ്ടത്. ഇത് മോപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ബാക്കിൽ ഒരു ചെറിയ സിലിണ്ടറും അതിനകത്ത് നമുക്ക് വാട്ടർ ഫില്ല് ചെയ്യാൻ പറ്റും. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, കറക്റ്റായിട്ട് അത് മോപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി മറ്റൊരു രസകരമായ കാര്യം, ഇതിൻ്റെ ചാർജ് തീരുമ്പോൾ, അതായത് ഒരു ദിവസം നമുക്ക് ഒരു ചാർജ് കൊണ്ട് ഒരു വീട് ക്ലീൻ ചെയ്യാം എങ്കിൽ ചാർജ് തീരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഹോമിലേക്ക് പോയി തന്നെ ചാർജ് ആവുന്നതാണ്. നമ്മളൊന്നും ചെയ്യേണ്ട, ഇതിപ്പോൾ തന്നെ ചാർജ് ആവാൻ വേണ്ടി പോവുകയാണ്. അതായത് മൊത്തം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ഹോം ചാർജർ നമ്മളൊരിടത്ത് വെച്ചിട്ടുണ്ട്, അത് താഴെ വെക്കണമെന്ന് മാത്രം. അത് തനിയെ കണ്ടുപിടിച്ച് ആ ലൊക്കേഷനിൽ പോയിട്ട് തനിയെ ചാർജ് ആയിക്കോളും. അപ്പോൾ നമ്മൾ മാപ്പ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേ സമയം തന്നെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. അതേപോലെ തന്നെ ഏതെങ്കിലും റൂമിൽ പോകണ്ട, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ മാപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റും. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ സെറ്റ് ചെയ്യാൻ പറ്റും, അങ്ങോട്ടേക്ക് പോകില്ല. അതുപോലെ പടിയുന്നോ ഉയരത്തിൽ നിന്നൊന്നും താഴെ വീടില്ല, അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചാർജ് തീരുമ്പോൾ അല്ലെങ്കിൽ വർക്ക് കഴിയുമ്പോൾ തന്നെ അത് പോയിട്ട് വിശ്രമിക്കുകയും ചെയ്യും. അപ്പം ഇതേ രീതിയിൽ ഇപ്പം തന്നെ കണ്ടില്ലേ, അത് തിരിച്ച് എൻ്റെ ചാർജിങ് സ്റ്റേഷനിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്.